എടേ വിഞ്ഞ വർത്താനൊന്നും പറയാടേ. നീ കല്യാണം കഴിച്ചാണ് എങ്കിൽ ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്തേ പറ്റൂ. അതിനിപ്പോ നീ സുഖമില്ലാതെ കിടപ്പിലാണെന്ന് പറഞ്ഞാലും ശരി, നിനക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ശരി, നിനക്കിനി വേർപ്പിന്റെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, എന്തൊരു കുരു ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, തന്നെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം. അതാണ് ഇന്ത്യയിലെ നിയമം. ചെലവിന് കൊടുക്കാതിരിക്കാൻ ഇന്ത്യൻ നിയമത്തിന് മാർഗമല്ല ഉണ്ടാകുന്ന 2 മാർഗമുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടായിരിക്കണം. 2 പറയുന്നത് ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് അവിഹിതം ഉണ്ടെന്ന് തെളിയിക്കണം. പറ്റുമോ? അവരുടെ അവിഹിതമൊക്കെ തെളിയിക്കാൻ പണ്ട് ഭയങ്കര പാടായിരുന്നു. നമുക്കിപ്പോൾ അവർ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോയോ അവരൊരുമിച്ച് പാർക്കിൽ കൈ കൊടുത്ത് നടക്കുന്ന വീഡിയോയോ ഐസ്ക്രീം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കകത്ത് വെച്ച് കൊടുക്കണൊക്കെ വീഡിയോ ഫോട്ടോയൊക്കെ ആക്കി കോടതി കൊടുക്കായിരുന്നു. പക്ഷെ അന്നൊക്കെ കോടതി പറഞ്ഞു ഇതൊക്കെ ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണില്ല, ഇതൊക്കെ അവിഹിതം ഉണ്ടെന്നോ അവർ തമ്മിലൊരു മോശമായ ബന്ധമുണ്ടെന്നൊന്നും ഈ ഫോട്ടോയും വീഡിയോയും കൊണ്ടൊന്നും തെളിയിക്കാൻ പറ്റൂല എന്നൊക്കെ കോടതി പറഞ്ഞു. അവിഹിതം കൊണ്ടെന്ന് പറഞ്ഞ ഹർജികളെയൊക്കെ എടുത്ത് ടൗറ്റൂട്ടെ കളഞ്ഞു. പക്ഷെ ഇപ്പോൾ ഈ കോടതികളെയൊക്കെ എടുത്തുകൊണ്ട് സുപ്രീം കോടതി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സുപ്രീം കോടതി പറഞ്ഞ എന്താണെന്നറിയാം? നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ അവിഹിതമുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം അവരുടെ ഫോൺ ചോർത്തു കോടതി കൊണ്ടുവരൂ. അയ്യോ, അപ്പൊ പ്രൈവസി? ഒരുത്തന്റെ ജീവിതത്തെക്കാൾ വലുതല്ല മറ്റൊരുത്തന്റെയോ ഒരുവളുടെയോ കുൽസിത പ്രവൃത്തി. കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ കണ്ണാള കണ്ടപ്പടി കട്ടിപ്പൂടിടാ.